അതിനേക്കാൾ വലിയ ഒരു താല്പര്യവും എനിക്കില്ല. എന്നാലും എന്റെ ഒരു സമാധാനത്തിന്. ഇവിടെ ഇപ്പൊ സമാധാനത്തിന് എന്താ കുഴപ്പം? നിങ്ങൾക്കിവിടെ ഒന്നിനും ഒരു കുറവും ഉണ്ടാവില്ല. ഇവിടെയുള്ളവര് ധനുഷിന്റെ അച്ഛനും സഹോദരങ്ങളും അങ്ങനെ ചിന്തിച്ചാ മതി. ഒന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ, അച്ഛന് വേദന ഉണ്ടാക്കുന്ന ഒന്നും ചെയ്യരുത്. ഈ വീടിന്റെ നെടുന്തൂണ് അച്ഛനാ. അച്ഛന്റെ വാക്ക് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇവിടെ മറ്റെന്തും. നിങ്ങളൊന്ന് ഫ്രഷ് ആയിട്ട് വാ, ഞാൻ ചായ എടുക്കാം. പിന്നെ ഇന്നു മുതൽ ഈ മാഡം എന്നുള്ള വിളി വേണ്ട, അർച്ചന അത് മതി. ഇതൊരു വല്ലാത്ത അത്ഭുതം തന്നെ. ഒരു സ്ത്രീക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും പറ്റുമോ? പറ്റും, അർച്ചനടുത്തേക്ക് പറ്റും. ഏട്ടത്തി തന്നെയാ ഈ വീടിന്റെ ഐശ്വര്യം. ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നതിൽ ഒരർത്ഥവുമില്ല. ഈ വീട്ടിലെ മൂത്ത മകൻ നിങ്ങളാണെന്നാണല്ലോ പറയുന്നേ. പറച്ചിൽ മാത്രമേ ഉള്ളൂ, ആരുടെയും പെരുമാറ്റത്തിൽ അതൊന്നുമില്ല. അവരെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു മൂത്ത മകന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ നിങ്ങൾക്കും താല്പര്യമില്ല. ഉണ്ടായിരുന്നെങ്കിൽ അവര് രണ്ടുപേരെയും പിടിച്ച് പുറത്താക്കുമായിരുന്നു. അതെങ്ങനെ ആ സമയത്ത് മുങ്ങിക്കളഞ്ഞില്ലേ? എന്റെ നിലപാട് ഞാൻ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്, അത് അച്ഛൻ അറിയാം. നിങ്ങളെക്കാ കുറച്ചുകൂടെ നട്ടലിന് ഉറപ്പുണ്ട് സന്ദീപിന്. അതുകൊണ്ട് അവൻ നല്ല വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങളിൽ ആര് പറഞ്ഞാലും രണ്ടും ഒരുപോലെ തന്നെയാ. അങ്ങനെ ഒഴിഞ്ഞു മാറിയിട്ട് കാര്യമില്ല. അവനെ തിരിച്ചു കയറ്റാൻ തീരുമാനിച്ചതിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് എതിർപ്പുണ്ട്. അത് നേരത്തെ പറഞ്ഞതുമാണ്. എന്ന് കരുതി അച്ഛന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല. എന്താ ചോദ്യം ചെയ്താല്? പറ്റാത്ത കാര്യങ്ങൾ പറ്റില്ല എന്ന് പറയുക തന്നെ വേണം. നിനക്കിപ്പോ എന്താ വേണ്ടത്? ഞാൻ അവരെ പിടിച്ച് വീടിന് പുറത്താക്കണോ? അതിനുള്ള ധൈര്യം നിങ്ങൾക്ക് ഇല്ലാന്ന് എനിക്കറിയാം. എന്റെ ധൈര്യം അവിടെ നിൽക്കട്ടെ, പക്ഷെ നിനക്ക് പറയായിരുന്നില്ലേ? നിന്റെ അഭിപ്രായം പറയേണ്ട നീയല്ലേ? ആ, ഇല്ല. നീ ഈ വീടിന്റെ മൂത്ത മരുമകള്. എന്നാ ഞാൻ ഈ വീടിന്റെ ഒരേ ഒരു മരുമകൻ. പറഞ്ഞു വരുമ്പോ ഈ വീട്ടിലെ 3 മരുമക്കളിൽ ഒരാള് മാത്രമാണ് നീ. എന്നാ ഞാനോ ഏക മരുമകൻ. ആ പദവിക്ക് തൂക്കം അല്പം കൂടും. അപ്പോ എന്നോട് മത്സരിക്കാനാണോ നിന്റെ ഉദ്ദേശം? ഹേയ് അല്ല, നിന്നോടെന്നല്ല, ആരോടും മത്സരിക്കാൻ ഞാനില്ല. ഈ വീടും ഇവിടെയുള്ള മനുഷ്യരെയും ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോഴാ. നന്മയുള്ള മനുഷ്യരാ ഇവിടെയുള്ള എല്ലാവരും, നീ ഒഴിച്ച്. നീയും മാറണം. ഇതുവരെ ഈ കുടുംബം നശിപ്പിക്കാൻ നീ ചെയ്ത എല്ലാ പ്രവൃത്തികളും എനിക്കറിയാം. അതൊന്നും വിളിച്ചു പറഞ്ഞ് നിന്റെ ജീവിതം നശിപ്പിക്കാനോ ഈ കുടുംബത്തിലെ നിന്റെ സ്ഥാനം ഇല്ലാതാക്കാനോ ഒന്നും ഞാൻ വരില്ല. പകരം എനിക്ക് നിന്നോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ, എല്ലാം അവസാനിപ്പിക്കാം. ഇനിയെങ്കിലും ഈ വീടിനും കുടുംബത്തിനും സ്വന്തം ഭർത്താവിനും വേണ്ടി ജീവിക്കാൻ നോക്ക്. കൊള്ളാം. നിന്നെ അവള് നന്നായിട്ട് ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ട്. ആ മിടുക്കിന് അവളെ അംഗീകരിച്ചേ പറ്റൂ. നീ കരുതുന്ന പോലൊന്നും അല്ല ഇവരാരും. അറിഞ്ഞുകൊണ്ട് ആർക്കും ഒരു ദ്രോഹവും ചെയ്യുന്നവരല്ല ഇവര്. നീ എന്താ പറഞ്ഞോണ്ട് വരുന്നത്? എന്റെ മനസ്സിലെ പകയും പ്രതികാരവും എല്ലാം ഞാൻ മറക്കണമെന്നോ? മറക്കണം. എന്നോ കഴിഞ്ഞു പോയതിന്റെയൊക്കെ പ്രതികാരം തീർക്കാൻ വേണ്ടി ചെയ്തു കൂട്ടിയതൊന്നും ഇനി നമ്മൾ ആവർത്തിക്കരുത്. എല്ലാം ഇപ്പോ ഇവിടെ നിർത്തണം. ഇതെന്റെ അപേക്ഷയാ. നിനക്കപ്പ നിന്റെ ഭാര്യയോട് അത്രയ്ക്ക് ഇഷ്ടമുണ്ടല്ലേ? എന്നെക്കാളേറെ. പഴയതൊന്നും ഇനി ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല. മറക്കാൻ എനിക്കും ആഗ്രഹമില്ല. പ്രത്യേകിച്ച് നിന്നെ പോലൊരു ചതിയനെ. നെല്ലിശ്ശേരിയിലെ മരുമകന്റെ സ്ഥാനം കിട്ടിയപ്പോ നീയെല്ലാം മറന്നു. ഞാനൊന്നും മറന്നിട്ടില്ല. നല്ലത്. എനിക്ക് വേണ്ടി നിനക്ക് ഇനിയും പലതും ചെയ്യേണ്ടി വരും. മതിയായില്ലേ നിനക്ക്? നിർത്തിക്കൂടെ നിനക്ക് ഈ ഭ്രാന്ത്?
ഭ്രാന്ത്. പിന്നെ ഏട്ടത്തി, എനിക്കെന്തെങ്കിലും ആവശ്യമുള്ളപ്പോ ഞാൻ ഏട്ടത്തി അവിടെ വന്ന് കണ്ടോളാം. അല്ലാതെ ഈ മുറിക്കകത്ത് ഇനി വരുന്നത് ശരിയല്ല. പ്രത്യേകിച്ച് ഞാൻ ഇല്ലാത്ത നേരത്ത്. ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ, അതുകൊണ്ടാ. ഉം.